പതിറ്റാണ്ടുകളായി നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങളാണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ളത്. കഴിഞ്ഞ മാസം ഒപ്പുവെച്ച ചരിത്രപരമായ സമാധാന കരാറിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്കയും ഇറാനും തമ്മിൽ ദോഹയിൽ പരോക്ഷ ചർച്ചകൾ നടത്തി. ഖത്തർ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിലായിരുന്നു ഈ സുപ്രധാന കൂടിക്കാഴ്ച. കരാറിലെ 14 ഇന വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിനെ കുറിച്ചുള്ള ഈ ചർച്ചകൾ പ്രധാനമായും ഉയർന്നു വന്നത് രണ്ട് കാര്യങ്ങളാണ്. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗത നിയന്ത്രണവും ഖത്തറിൽ മരവിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഇറാനിയൻ ആസ്തികൾ വിട്ടു നൽകുന്നതുമാണവ. ഖത്തർ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ ദോഹയിൽ നടന്ന US-ഇറാൻ പരോക്ഷ ചർച്ചകളിൽ ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതവും മരവിച്ച ആസ്തികളും പ്രധാന ചർച്ചാ വിഷയങ്ങളായി വന്നു. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്തു പാതയായ ഹോർമൂസ് കടലിടുക്കിൽ ഇറാന്റെ ഏകപക്ഷീയമായ നിയന്ത്രണങ്ങൾ തുടരുന്നത് അംഗീകരിക്കാനാവില്ലെന്ന ശക്തമായ നിലപാടിലാണ് അമേരിക്ക. അതേസമയം ഖത്തറിൽ നിലവിൽ മരവിപ്പിച്ചിട്ടുള്ള 1200 കോടി ഡോളറിന്റെ ഇറാനിന്റെ ആസ്തികളിൽ 600 കോടി ഡോളറെങ്കിലും അടിയന്തരമായി വിട്ടു നൽകണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ഇരുവിഭാഗവും മുഖാമുഖം ചർച്ചകളിൽ ഏർപ്പെടാത്തതിനാൽ ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജസീം അൽത്താനിയും മറ്റ് മധ്യസ്ഥരും ഇരുപക്ഷവുമായി മാറി മാറി കൂടിക്കാഴ്ചകൾ നടത്തിയാണ് ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോയത്.